കോതമംഗലം നിയമസഭാ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് എംഎൽഎ ഷിബു തെക്കുംപുറം അറിയിച്ചു. 30 വികസന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന കർമ്മ പരിപാടിയുടെ വിശദാംശങ്ങൾ കോതമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനുമായി കോതമംഗലം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ദിവസം വീതം ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും സംസ്ഥാന ബജറ്റിലും ഉൾപ്പെട്ട പ്രധാന പദ്ധതികളാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ്, ചേലാട് സ്റ്റേഡിയം, കുടമുണ്ട പാലം, ഭൂത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ടൗൺ ഹാൾ എന്നിവയുടെ നടപടികൾ വേഗത്തിലാക്കും. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി എന്ന് പറയുന്നത് 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമായി നടപ്പിലാക്കുന്ന ജനസമ്പർക്ക പരിപാടിയെ 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം ഒരു പഞ്ചായത്തിൽ എന്ന നിലയിലാണ് ഈ ജനസമ്പർക്ക പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ടൂറിസം മേഖലയിലും പ്രത്യേക ശ്രദ്ധ നൽകും. കോതമംഗലം ടൂറിസം സർക്യൂട്ട്, മൺസൂൺ ഫെസ്റ്റിവൽ, ഭൂത്താൻകെട്ട് ഓണം ഫെസ്റ്റിവൽ, ഉദ്യാന നവീകരണം, ഇഞ്ചത്തൊട്ടി ഡെസ്റ്റിനേഷൻ വികസനം എന്നിവ നടപ്പാക്കും. ഇൻഫോ പാർക്ക് സബ് സെന്റർ, ഹൈടെക് അഗ്രികൾച്ചർ സെന്റർ, സ്കിൽ പാർക്ക് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്കും തുടക്കമിടുമെന്ന് ഷിബു തെക്കുംപുറം എംഎൽഎ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സമഗ്ര പാക്കേജ് തയ്യാറാക്കുകയും പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനായി ഹാക്കത്തോൺ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലക്ഷ്യത്തോടെ എംഎൽഎയുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിടും. കോതമംഗലത്തെ ബ്ലൂ സോണായി വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ രൂപരേഖയും തയ്യാറാക്കും. നെല്ലിക്കുഴി ഫർണിച്ചറിന് അന്താരാഷ്ട്ര ഭൂസൂചിക പദവി നേടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച ഫർണിച്ചർ ഹബിന്റെ കേന്ദ്രമായി നെല്ലിക്കുഴിയെ മാറ്റുകയാണ് ലക്ഷ്യം. തങ്കളം കാക്കനാട് പാതയുടെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. ചാത്തമറ്റം ഊരങ്കുഴി, നെല്ലിമറ്റം ഉപ്പുകുളം, ചേലാട് ചെമ്മീൻകുത്ത്, തലക്കോട് മുള്ളരിങ്ങാട് എന്നീ റോഡുകൾ BM, BC നിലവാരത്തിൽ നവീകരിക്കും. ബ്ലാവന, മണികണ്ഠൻചാൽ പാലങ്ങളുടെ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. അടിവാട് പാലം നിർമ്മാണത്തിനും തുടക്കമാകും. ഡിസീസ് ഫ്രീ കോതമംഗലം പദ്ധതിയിലൂടെ ആരോഗ്യരംഗത്ത് പുതിയ ഇടപെടലുകൾ നടപ്പാക്കും. കായികരംഗത്ത് കോതമംഗലത്തെ മികവിന്റെ കേന്ദ്രമാക്കാൻ സെന്റേഴ്സ് ഓഫ് സ്പോർട്സ് എക്സലൻസ് ക്ലസ്റ്റർ ആരംഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. പദ്ധതികളുടെ ഏകോപനത്തിനായി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വികസന ആസൂത്രണ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അറിയാനുള്ള സംവിധാനങ്ങളും ഒരുക്കും. തുടർന്ന് ചേർന്ന UDF യോഗത്തിൽ എംഎൽഎ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, ബോബൻ ജേക്കബ്, KP ബാബു, AT പൗലോസ്, ഇബ്രാഹിം കവലയിൽ, മാത്യു ജോസഫ്, ജോമി തെക്കേക്കര, EM മൈക്കിൾ, MS എൽദോസ്, അബു മൊയ്തീൻ, ബാബു പോൾ, റോയ് കുര്യാക്കോസ്, PM സക്കറിയ, CK സത്യൻ, AC രാജശേഖരൻ, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.